ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവർ, ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ചില വേദഭാഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുവാനിടയായി, നിങ്ങൾ ചെല്ലുന്നയിടത്തൊക്കെയും ഇപ്രകാരം പ്രസംഗിക്കാം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ലോകസമാധാനം നിലനിർത്തുവാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ജനം അനുഭവിക്കുക, ജനം സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ വസിക്കുക ദൈവം ആഗ്രഹിക്കുന്നതിനാലാണ് യേശു ഇപ്രകാരം പറയുവാനിടയായിട്ട്. തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തും എന്ന്. അപ്പോൾ ഇന്ന് മനുഷ്യന് ലഭിക്കാതെ പോയിരിക്കുന്നതായ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വസ്ഥത. അത് നഷ്ടപ്പെട്ടു പോയിരിക്കും. അതിന് വിവിധങ്ങളായ കാരണങ്ങളായിരിക്കുമുള്ളത്. എന്നാൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, യേശുക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്രകാരം വിശ്വസിക്കും, ചിന്തിക്കും. കാരണം ഈ ലോകത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിന് കാരണം യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നതിനാൽ ഞാനും ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിക്കുന്ന ജയമോ അത് ക്രിസ്തുവിനുള്ള വിശ്വാസം തന്നെയാണ്. അങ്ങനെ ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ലോകത്തിന് നമ്മെ കീഴടക്കുവാൻ കഴിയുകയില്ല. ലോകത്തിന് നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല. ലോകത്തിന് നമ്മെ ബന്ധിച്ച് അതിന്റെ ബന്ധനത്തിൽ ആക്കി നിർത്തുവാൻ കഴിയുകയില്ല. നാം പ്രത്യാശയുള്ളവരായി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കും. അതിനാൽ വിശ്വാസമാണ് ഏറ്റവും വലുത്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ ജയിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. അങ്ങനെയാണ് നാം ലോകത്തെ ജയിക്കുന്നത്. അങ്ങനെ നാം ലോകത്തെ ജയിക്കുമ്പോൾ നമ്മെ കീഴടക്കി ഇതുവരെയും ഭരിച്ചിരുന്നതും എപ്പോഴും നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതുമായ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രഖ്യാപിത ശത്രുവായ പിശാചിന്റെ ചിന്തകളിൽ നിന്നും അവന്റെ ബലമുള്ള കയ്യിൽ നിന്നും ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. നമ്മെ പൂർണ്ണ സ്വതന്ത്രരാക്കുവാൻ കഴിയും. നമ്മെ രോഗമുക്തരാക്കുവാൻ കഴിയും. നമ്മെ കടഭാരമില്ലാത്തവരാക്കുവാൻ കഴിയും. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവനോടുകൂടെ അവസാനമില്ലാത്ത നാളുകളിൽ ഞാൻ വസിക്കും എന്ന പ്രത്യാശയുള്ളവരായി തീരുവാൻ കഴിയും. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ
അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലും. ദൈവത്തിന്റെ പെട്ടകമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവം ഇരിക്കുന്നതായ ഇടമാണ്. അവിടേക്ക് അശുദ്ധരായിട്ടുള്ള ഒരു മനുഷ്യനും ഓടി ചെല്ലുവാൻ കഴിയുകയില്ല. ലേവ്യരെന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവർക്ക് മാത്രമാണ് ഈ ദൈവ പെട്ടകത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ അധികാരമുള്ളത്, അവകാശമുള്ളത്. അല്ലാതെ ആര് ചെന്നാലും അവര് മരിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ നിങ്ങളായിരിക്കുന്ന സ്ഥലം വിട്ട് അതിന്റെ പിന്നാലെ ചെല്ലും. നാം ഈ ലോകത്തിലായിരിക്കുന്നു ഇരിക്കുന്നു. നാം ഈ ലോകത്തിലാണ് നടക്കുന്നത്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്തേക്ക് നാം അതിന്റെ പിന്നാലെ പോകേണ്ടതുണ്ട്. കാരണം നാം ഇതുവരെയും ആയിരുന്ന സ്ഥലം നമുക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ടല്ല ഇതുവരെയും ജീവിച്ചിരുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിട്ടല്ല. അല്ലാതെ ഒരു ജീവിതമായിരുന്നു നമുക്കുള്ളത്. ഇപ്പോൾ ദൈവസാന്നിധ്യം നമുക്കടുത്തു വരുമ്പോൾ നാം ആ ദൈവ സാന്നിധ്യത്തിൽ അടുത്തേക്ക് നാം ആയിരിക്കുന്ന നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നാലെ ചെല്ലണം. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് നാം ചെല്ലേണ്ടതുണ്ട്. എന്നാൽ അതിന് ചില പരിമിതികൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതാണ് ഇതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. കാരണം വളരെ ദൂരെ വേണം നമുക്ക് നിൽക്കുവാൻ. കാരണം ഇതിന്റെ ഇതുവരെയും നാം ആയിരുന്ന സ്ഥലം, നാം ജീവിച്ചിരുന്ന സ്ഥലം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഹൃദയത്തിലെ ചിന്താവികാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് ദോഷമുള്ളതായിരുന്നു. അതിൽ നിന്ന് നാം മുക്തരായിട്ടില്ല. ആയതിനാൽ വിശുദ്ധരായ ജനത്തിന് മാത്രമേ അതിന്റെ തൊട്ടടുത്ത് ചെല്ലുവാനും അതിൽ സ്പർശിക്കുവാനും അവസരമുള്ളൂ. അല്ലാത്തവർ ചെന്നാൽ അവർ മരിച്ചു പോകും. അതിനാണ് ഇവിടെ പറയുന്നത്. അതിന് 2000 മുഴം അകല മാത്രമേ നിങ്ങൾ ആകാവൂ എന്ന്. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. നാം പോകാത്ത വഴി, നാം അറിയാത്ത ഒരു വഴി, നാം അനുഭവിക്കാത്ത ഒരു കാര്യം. അതാണ് ഇതിനു മുമ്പ് ഈ വഴിയിൽ കൂടി വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് ഇവിടെ പറയുവാൻ ഇടയായി. യേശു പറഞ്ഞു, ശമരിയാക്കാരത്തെ സ്ത്രീയോട് പറയുവാനിടയായി, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ്. എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്തേക്ക് കടന്നു പോകുവാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ യേശു ക്രിസ്തു നമുക്കായി ഇതുവരെ നാം പോകാത്ത ഒരിടത്തേക്കുള്ള വഴി തുറക്കുവാൻ ഇവിടെ വന്നു. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, യേശു തന്റെ ശരീരമെന്ന തിരശീലയിൽ കൂടി നമുക്കായി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴിയാണ്. അപ്പൊ ഈ പുതിയ വഴിയിൽ കൂടി ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ആ പുതിയ വഴിയിൽ കൂടി യാത്ര ചെയ്യണം. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അറിയും, ഈ വഴി നിങ്ങൾക്ക് ഇതിനു മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ മുമ്പേ പോയിട്ടില്ലാത്ത ഒരു പുതിയ വഴിയാണ് യേശു മാർഗ്ഗം. യേശു ക്രിസ്തുവിലേക്കുള്ള വഴി അതൊരു പുതുവഴി തന്നെയാണ്.
ആ വഴിയിൽ കൂടിയാണ് നാം യാത്ര ചെയ്യുക. ആ വഴിയിൽ കൂടിയാണ് നാം പോകേണ്ടത്. അത് നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയാണ്. എന്നാൽ ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഇടുങ്ങിയ വഴിയാണ്, വിശാലമായതല്ല. ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നേരിടുന്ന അനേക കഷ്ടതകളും അനേക പ്രതികൂല സാഹചര്യങ്ങളും അവനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥകളും അതിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരമുള്ള വിടുതലുമാണ് ഇടുങ്ങിയ വഴിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ യേശുക്രിസ്തു എന്ന ആ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ വിശാലതയിൽ കൂടി ഇന്നലെ വരെ നാം യാത്ര ചെയ്തു, ജീവിച്ചു. അങ്ങനെ പോകുവാൻ നമുക്ക് കഴിയുകയില്ല പ്രിയമുള്ളവരെ. അങ്ങനെ നമുക്കൊരിക്കലും യേശു ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യഭവനത്തിൽ നമുക്ക് ചെന്നെത്തുവാൻ ചേരുവാൻ കഴിയുകയില്ല. നമുക്കവിടെ ദൈവം അനേക കിരീടങ്ങളും അനേകമായ സ്ഥാനമാനങ്ങളും നമുക്കവിടെ ഒരുക്കിയിരിക്കുന്നു. അത് നാം സ്വീകരിക്കേണ്ട ഒരു നാൾ ഉണ്ടാകും, വരും. ആ നാളിലേക്ക് നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അതിനാണ് പറയുന്ന പുരോഹിതന്മാരും, നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. നമ്മൾ ഇതുവരെയും ആയിരുന്ന ഇടം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഘട്ടകത്തിന്റെ അടുത്തേക്ക് നാം ചെല്ലുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ അടുത്തേക്ക് വിശുദ്ധരായി നാം ചെല്ലണം. അതിനുവേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. തന്റെ ജീവനെ യാഗമായി അർപ്പിച്ച് മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരം വരുത്തിയത്. ആയതിനാൽ നാം ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്, മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് യേശു വീണ്ടും വരുന്നത്. ആ വരവിനായി ഒരുങ്ങിക്കൊള്ളുക എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. സകലരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ഐശ്വര്യം, സമൃദ്ധ്യം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് വാക്കുകൾ നടത്തും.